പശ്ചിമ ബംഗാളിൽ ആകെ മൊത്തത്തിൽ വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മമതാ ബാനർജിക്ക് വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ ബൂമറാങ് പോലെ തിരിച്ചടിക്കുകയാണ്. എന്തായാലും ബംഗാളിൽ സ്ഫോടകാത്മകമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷമായിട്ട് പശ്ചിമ ബംഗാൾ ഭരിച്ചിരുന്ന മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ തുടച്ചു നീക്കാൻ അമിത്ഷാ എത്തുകയാണ്. വലിയ നീക്കങ്ങൾ നടക്കുകയാണ്. BJPയുടെ പുതിയ പദ്ധതികളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. എന്തായാലും മമതാ ബാനർജിയുടെ വലം കൈയായിരുന്ന സുവേന്ദു അധികാരി അവരെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് വലിയൊരു രാഷ്ട്രീയ പകവീട്ടിലായിട്ടാണ് കണക്കാക്കുന്നത്. ഈ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പടിപടിയായിട്ട് എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഒരു തിരിച്ചടി എന്ന രീതിയിൽ ഇപ്പോൾ അവർക്കുണ്ടായിരിക്കുന്നത്. അതിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരുന്ന സുവേന്ദുവിന്റെ കാര്യമെന്ന് പറയുന്നത്. മമതയെ അവരുടെ സ്വന്തം മണ്ഡലമായിട്ടുള്ള ഭവാനിപൂരിൽ 15,000-ഓളം വോട്ടുകൾക്ക് തോൽപ്പിച്ചതോടെ സുവേന്ദു BJPയുടെ കരുത്തുറ്റ നേതാവായിട്ട് മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം അടുത്ത മുഖ്യമന്ത്രിയാവും എന്നുള്ള ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ മമതാ ബാനർജി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ മൊത്തത്തിൽ ആകെ പ്രശ്നത്തിലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലെനിന്റെ പ്രതിമ തകർത്തത് BJPക്കാരാണ് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അത് ആൾക്കൂട്ടം എന്ന് പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ BJPയുടെ ഒരു ഇനിഷ്യേറ്റീവിൽ നടന്ന ഒരു ആക്രമണമാണ് എന്നാണ് പറയുന്നത്. ചില വീഡിയോകളിലൊക്കെ ജയ് ശ്രീറാം മുഴക്കിക്കൊണ്ടാണ് ആ പ്രതിമ പൊളിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ ആക്രമണങ്ങൾ അവിടെ ഒക്കെ നടക്കുന്നുണ്ട് എങ്കിലും മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. അതായത് തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിലേറിയ സമയത്ത് BJPക്കാർക്ക് നേരെയും വലിയ ആക്രമണങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരന്റെ വാഹനങ്ങളൊക്കെ അടിച്ചു തകർത്തത് നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് വി മുരളീധരൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആക്രമണങ്ങളിൽ നിരവധി BJP പ്രവർത്തകർ കൊല്ലപ്പെട്ടതും അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. അതായത് CPM ഉൾപ്പെടെയുള്ള വലിയൊരു തിരിച്ചടി അന്ന് മമതാ ബാനർജി കൊടുത്തിരുന്നു. മമതാ ബാനർജി അധികാരത്തിലേറിയപ്പോൾ കാണാൻ സാധിച്ചത് വലിയൊരു കലാപത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് പോലെയായിരുന്നു. കാരണം അത്രയേറെ പ്രശ്നങ്ങൾ അന്ന് അവിടെ ഉടലെടുത്തിരുന്നു. ഇപ്പൊ അതിനെല്ലാം പറഞ്ഞുകൊണ്ട് മമതാ ബാനർജിക്ക് അത് വളരെ കൃത്യമായിട്ട് തിരിച്ചടി നൽകിയിരിക്കുകയാണ് BJP. ഇപ്പോൾ അധികാരം ലഭിച്ചപ്പോൾ ആ അമർഷം തെരുവുകളിൽ പ്രകടമാകുന്നുണ്ട്. ലെനിന്റെ പ്രതിമ തകർത്തത് അത്തരമൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ പ്രതീകമായിട്ടാണ് പലരും അതിനെ വിലയിരുത്തുന്നത്. അപ്പോൾ തന്നെ അത്രയും കാലം വലിയ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയിരുന്ന BJP അധികാരം കിട്ടിയപ്പോൾ അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കുന്നതാണ് ഇപ്പോൾ ബംഗാളിൽ പലയിടത്തും കാണാൻ കഴിയുന്നത്. അതായത് എത്രയൊക്കെയാണോ മമതാ ബാനർജി തങ്ങൾക്ക് എതിരെ കൊണ്ടുവന്ന ആക്രമണങ്ങൾ അതുപോലെ തന്നെ എവിടെയൊക്കെയാണോ എങ്ങനെയൊക്കെയാണോ എന്ന രീതിയിൽ അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. BJPയുടെ ഓരോ മറുപടിയും ആക്രമണങ്ങളും എല്ലാം മമതാ ബാനർജിക്ക് ആവശ്യമായി എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യം പോകുന്നത്. കാരണം അവർ അത്രയേറെ ഈ ആക്രമണങ്ങളും ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയിരുന്നു. അതിനൊക്കെ മറുപടി കൊടുക്കുകയാണ് ഇപ്പോൾ BJP ചെയ്യുന്നത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് BJPക്ക് വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്കാണ് BJP പോകുന്നത്. അതായത് നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളെ തുരത്തുക എന്നതാണ് പുതിയ BJP ഭരണകൂടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ബംഗാളിലെ BJPയുടെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്ന് നുഴഞ്ഞുകയറ്റം തടയുക എന്നതായിരുന്നു. പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതോടെ അതിർത്തി സുരക്ഷ കർശനമാക്കാനും അനധികൃതമായിട്ട് താമസിക്കുന്നവരെ കണ്ടെത്തി പുറത്താക്കാനുമുള്ള നടപടികൾ വേഗം കൂടുമെന്ന് ഉറപ്പാണ്. അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇനി തൃണമൂൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഗുണ്ടായിസം സമ്പൂർണ്ണമായിട്ട് ഇടിച്ചൊതുക്കുക എന്നതാണ് BJPയുടെ അടുത്ത ലക്ഷ്യം. അപ്പോൾ അവിടെ അമിത്ഷാ അങ്ങോട്ടേക്ക് വരികയാണ്. അത്തരം നീക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് വരികയാണ്. ഇനി UPയിൽ നിന്നൊരു DGP അവിടെ ട്രാൻസ്ഫർ ആക്കുന്നു. ഇതെല്ലാം കൂടുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന് നിലം തൊടാൻ കഴിയില്ല എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. മമതാ ബാനർജിക്ക് എതിരെയും കടുത്ത നടപടികൾ ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറില്ല, എനിക്ക് മാറാൻ കഴിയില്ല എന്ന് പറയുമ്പോഴും അവർ അവിടെ ജയിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. എന്തായാലും അത്രയേറെ പ്രഹരമാണ് ഇപ്പോൾ മമതാ ബാനർജിക്ക് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇനി ബംഗാളിൽ BJP ഭരണം മാറുന്ന ഈ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കുക തന്നെയാണ് BJPയുടെ നീക്കം. ഇനിയിപ്പോൾ അവിടെ ഒരു BJP മയമാണ്. തൃണമൂൽ കോൺഗ്രസിനെയൊക്കെ അടിച്ച് മൂലയ്ക്ക് ഒതുക്കിയിരിക്കുകയാണ്. ഇനി ഒന്ന് പൊങ്ങി വരണമെങ്കിൽ BJP വിചാരിക്കണം. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്ഥാനം പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പറയുന്നത് പോലെ തന്നെ തൃണമൂലിനോ അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്കോ കയറി വരാൻ ഒരു പാടുള്ള കാര്യമാണ്. അത് പല തന്ത്രങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ അതിനിടയിലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മമതാ ബാനർജിക്ക് വലിയ
വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത രീതിയിലേക്കാണ് മറുപടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മമതാ ബാനർജിക്കും മറ്റ് തൃണമൂൽ നേതാക്കൾക്കും എതിരെയുള്ള നിലവിലുള്ള അഴിമതി കേസുകളും അതിക്രമ സംഭവങ്ങളും പുതിയ സർക്കാർ അന്വേഷണം ഊർജിതമാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ അത്തരം നീക്കങ്ങളിലേക്കാണ് BJP പോകുന്നത് എങ്കിൽ അടുത്ത ജയിലിൽ അല്ലെങ്കിൽ അഴിക്കുള്ളിൽ കിടക്കുന്ന മമതാ ബാനർജി ആയിരിക്കും നമുക്ക് ഒരുപക്ഷെ കാണാൻ സാധിക്കുക. എന്തായാലും ഭരണത്തിന്റെ തണലില്ലാതെ നിൽക്കുന്ന തൃണമൂലിന് ഇത് വലിയ വെല്ലുവിളിയാകാൻ സാധ്യത ഏറെയാണ്. ഇനി അമിത്ഷായുടെ നേരിട്ടുള്ള മേൽനോട്ടവും UP-യിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് ബംഗാളിലെ രാഷ്ട്രീയ ഗുണ്ടായിസം അടിച്ചമർത്താൻ സീറോ ടോളറൻസ് നയമായിരിക്കും BJP സ്വീകരിക്കുക എന്നതാണ്. ബുൾഡോസർ പ്രയോഗവും മറ്റും ഇതിന്റെ ഭാഗമായിട്ട് വരാനിരിക്കുന്ന നടപടികളുടെ സൂചനയാകാം എന്നും ഉള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് വിജയാഘോഷങ്ങൾക്കിടയിലും ബംഗാൾ കലുഷിതമാണ്. സുവേന്ദു അധികാരിയുടെ PA ചന്ദ്രനാഥ് രത് കൊല്ലപ്പെട്ടത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാറിടിച്ച് വീഴ്ത്തിയ ശേഷം വെടിവെച്ചു കൊന്നു എന്ന വാർത്ത പുറത്തു വന്നതോടെ പലയിടത്തും BJP പ്രവർത്തകർ പ്രകോപിതരായിട്ടുണ്ട്. ഇനി തൃണമൂൽ ഗുണ്ടകളാണ് ഇതിന് പിന്നിൽ എന്നാണ് BJPയുടെ ആരോപണം. എന്തായാലും UP മോഡലാണ് അവിടെ ഭരണം വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ വലിയ തിരിച്ചടി BJP എന്തായാലും കൊടുക്കും, അതിൽ സംശയമില്ല. ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന സംഭവത്തിനെതിരെ കടുത്ത നിലപാട് അല്ലെങ്കിൽ കടുത്ത നടപടി BJP എടുക്കും, അതിലും സംശയമില്ല. എന്തായാലും അമിത്ഷാ രംഗത്തുണ്ടല്ലോ, അമിത്ഷായും വരുന്നു, ഒരു UP മോഡൽ ഭരണം അവിടെ വരുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാം എത്രത്തോളം ആയിരിക്കാം അവിടെ BJPയുടെ സ്വാധീനം എന്ന് പറയുന്നത്. സ്വാധീനമല്ല, മൊത്തത്തിൽ പിടിച്ചടക്കിയിരിക്കുകയാണ്. തൃണമൂൽ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ തൃണമൂൽ കാണിക്കുന്നതും ഇതിനു മുമ്പ് കാണിച്ചിരുന്നതിനെല്ലാം വെച്ചടി അവർക്കുള്ള വിഹിതം പോലെ ഓരോരുത്തർക്കും എന്താണോ അവർ ചെയ്തിരിക്കുന്നത് അതിനുള്ള ഒരു നടപടി സ്വീകരിക്കും എന്ന നിലയിലേക്കൊക്കെയാണ് ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു കാരണത്തെ. എന്തായാലും ക്രമസമാധാനം തകർന്ന ബംഗാളിലെ നേരെയാക്കാൻ ഉത്തർപ്രദേശിലെ കുപ്രസിദ്ധരായിട്ടുള്ള എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ഉദ്യോഗസ്ഥരെ എത്തിക്കാനാണ് പുതിയ സർക്കാരിന്റെ നീക്കം. DGP അജയ് പാൽ ശർമ്മയെ ബംഗാളിലേക്ക് ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുവരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ്. കുറ്റവാളികളെ അടിച്ചമർത്തുന്ന UP മോഡൽ ഭരണം ബംഗാളിലും നടപ്പിലാക്കുമെന്നുള്ള സൂചന നൽകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഒരു ബുൾഡോസർ നീക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. അതായത് UP-യിലെ പോലെ അനധികൃതമായിട്ട് നിർമ്മിച്ച തൃണമൂൽ ഓഫീസുകൾക്കും ക്രിമിനലുകളുടെ വീടുകൾക്ക് നേരെ ബുൾഡോസർ പ്രയോഗം ഉണ്ടാകുമെന്ന വാർത്തകൾ ഇതിനോടകം തന്നെ പ്രചരിക്കുന്നുണ്ട്. ഇനി ഇതിനോടകം തന്നെ UP-യിൽ നിന്ന് ബുൾഡോസറുകൾ ബംഗാളിലേക്ക് എത്തി തുടങ്ങിയതായിട്ടും വീഡിയോയിൽ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് അക്രമകാരികൾക്കുള്ള മുന്നറിയിപ്പായിട്ടാണ് BJP നൽകുന്നത്. അതായത് BJP നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ മമതയുടെ പാളത്തിൽ നിന്ന് കൂടുതൽ നേതാക്കൾ BJP-യിലേക്ക് എത്താനുള്ള സാധ്യതയും ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും പശ്ചിമ ബംഗാളിൽ ചരിത്ര വിജയം നേടിയ BJP സർക്കാർ അധികാരമേറ്റാലുടൻ നടപ്പിലാക്കാൻ പോകുന്ന ഏറ്റവും ഇത്രയൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോഴും അങ്ങനെ നടപ്പാക്കാൻ പോകുന്ന അല്ലെങ്കിൽ സാധ്യതയുള്ള 3 പ്രധാന തീരുമാനങ്ങൾ ഇതൊക്കെയാണ്. അതായത് അവരുടെ പ്രകടന പത്രികയിലും അതായത് സങ്കൽപ് പത്ര നേതാക്കളുടെ പ്രസ്താവനകളിലെയും അടിസ്ഥാനത്തിൽ 3 കാര്യങ്ങളാണ് ഊന്നി പറയുന്നത്. അതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ മുന്നേ സൂചിപ്പിച്ചതുപോലെ തന്നെ നുഴഞ്ഞു കയറ്റമാണ്. നുഴഞ്ഞു കയറ്റം തടയലാണ് ഏറ്റവും കൂടുതൽ. CAA വേഗത്തിലാക്കുകയും ചെയ്യും. ഇനി ഡിറ്റക്ട്, ഡിലീറ്റ്, ഡിപ്പോർട്ട് അതായത് തിരിച്ചറിയുക, ഒഴിവാക്കുക, പുറത്താക്കുക എന്ന നയത്തിലൂടെ നുഴഞ്ഞു കയറ്റുകാരെ തുരത്തുക എന്നതിനായിരിക്കും 1ാം പരിഗണന നൽകുന്നത്. ഒപ്പം അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള CAA നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്നും ഈ നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇനി 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് അഴിമതി കേസുകൾ വീണ്ടും തുറക്കും. കഴിഞ്ഞ 15 വർഷത്തെ തൃണമൂൽ ഭരണകാലത്ത് നടന്ന എല്ലാ അഴിമതി കേസുകളും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളും പുനരന്വേഷിക്കാൻ സർക്കാർ ഉത്തരവിടും. കുറ്റവാളികളായിട്ടുള്ള തൃണമൂൽ നേതാക്കളെ ജയിലിൽ അടയ്ക്കുന്നതിനായിട്ട് ഒരു വൈറ്റ് പേപ്പർ അതായത് ഒരു ശ്വേതപത്രം പുറത്തിറക്കുമെന്നും സൂചനയുണ്ട്. ഇനി 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് 7ാം ശമ്പള കമ്മീഷനും ആനുകൂല്യങ്ങളും. അതായത് സർക്കാർ ജീവനക്കാർക്കായിട്ട് 7ാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുമെന്നത് BJPയുടെ ഒരു പ്രധാന വാഗ്ദാനമാണ്. കൂടാതെ സ്ത്രീകൾക്കും തൊഴിലില്ലാത്ത യുവാക്കൾക്കും പ്രതിമാസം 3000 രൂപ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയും ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചേക്കാം. എന്നാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. എന്തായാലും BJP വന്നിട്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് നടത്തുന്നത്. ഇതെല്ലാം നടക്കുമ്പോഴും മറുവശത്ത് മമത പറയുന്നത് താൻ രാജിവെക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷമാണ്
അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല എന്ന് പറഞ്ഞ് മമത രംഗത്തെത്തിയത്. ബലം ജനവിധി അല്ലെന്നും BJPയുടെ ആസൂത്രിത ഗൂഢാലോചനയാണെന്നും അവർ ആരോപിച്ചിരുന്നു. എന്തായാലും പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കനത്ത തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല എന്ന മമതാ ബാനർജിയുടെ പിടിവാശിയെ തുടർന്ന് ഗവർണർ RN രവി ഈ നിയമസഭയ്ക്ക് പിരിച്ചുവിട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച മമത രാജി നൽകാൻ തയ്യാറാകില്ല എന്നുള്ള വാർത്തകളൊക്കെ ആയിരുന്നു പിന്നീട് വന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ നടക്കുമ്പോഴും അവിടെ ഇനി മമതയ്ക്കൊരു സ്വീകാര്യത ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം BJP പിടിച്ചെടുത്ത ഒരു സംസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞു. അവിടെ BJP പറയുന്നതാണ് ഇനി കേൾക്കേണ്ടത്. തൃണമൂൽ കോൺഗ്രസ് ഒരു രീതിയിൽ അവർ അടിച്ചൊതുക്കി മൂലക്കിരുത്തിയിരിക്കുകയാണ്. യാതൊരു തരത്തിലും പൊങ്ങി വരാൻ കഴിയാത്ത രീതിയിൽ അവർ ഓരോ നടപടിയും എടുക്കുകയാണ്. അപ്പോൾ BJPയുടെ കടുത്ത നിലപാടുകളും നടപടികളും ഒക്കെ നടക്കുകയാണ്. പക്ഷെ അതിനിടയിൽ അവരവരുടെ സ്വന്തം സ്ഥലത്ത് പോലും ഇലക്ഷനിൽ നിന്ന് തോറ്റിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കനത്തൊരു തിരിച്ചടിയായി മാറുകയാണ്. എന്തായാലും ഗവർണറുടെ അസാധാരണ നടപടിയോടെ മമതയും മന്ത്രിസഭയും പുറത്താവുകയും നിലവിലെ MLA-മാർ മുൻ MLA-മാരുമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 4ാം തവണ അധികാരം ലക്ഷ്യമിട്ടിറങ്ങിയ മമതാ ബാനർജിക്ക് ഇക്കുറി കനത്ത പ്രഹരമാണ് ജനം നൽകിയത്. സ്വന്തം തട്ടകമായിട്ടുള്ള ഭവാനിപൂരിൽ സുവേന്ദു അധികാരിയോട് പരാജയപ്പെട്ട മമതയുടെ തൃണമൂൽ കോൺഗ്രസിന് 80 സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. അതേസമയം 207 സീറ്റുകൾ നേടി ചരിത്ര വിജയം കുറിച്ച BJP ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ്. സുവേന്ദു അധികാരിയെ BJP നിയമസഭാ കക്ഷി നേതാവായിട്ട് നാളെ തെരഞ്ഞെടുക്കുന്നതോടെ ബംഗാളിൽ പുതിയ രാഷ്ട്രീയ യുഗത്തിന് തുടക്കമാകുമെന്നും പറയുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് 2ഉം CPM 1 സീറ്റിലുമാണ് വിജയിച്ചിട്ടുള്ളത്. അവിടെ വലിയ ഭൂരിപക്ഷം BJPക്ക് തന്നെയാണ്. BJPയുടെ മറുപടിയിൽ അല്ലെങ്കിൽ BJPയുടെ നടപടികളിൽ കുടുങ്ങിയിരിക്കുന്ന മമതയാണ് കാണാൻ സാധിക്കുന്നത്. മമതയ്ക്ക് ഇത് ആവശ്യമാണോ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. കാരണം ഇത്രയേറെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? തൃണമൂലിനെതിരെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? BJP ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ ഓർക്കണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ V മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് തൃണമൂൽ കോൺഗ്രസ് ജയിച്ചു വന്നതിലൂടെ പിന്നീട് അവർ അവിടെ കാണിച്ച അതിക്രമങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഇന്നും നിൽക്കുന്നുണ്ട്. ചരിത്രം പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അത്തരം കാര്യങ്ങൾക്കെല്ലാം മറുപടി എന്ന ഓണമാണ് ഇപ്പോൾ BJP ഓരോന്നിനും ഓരോ രീതിയിലേക്ക് ആ ഒരു നടപടി എടുക്കുന്ന മമതാ ബാനർജിയെ പൂർണ്ണമായിട്ടും തകർക്കുന്ന രീതിയിലേക്ക് പോകുന്നത്. എന്തായാലും ലെൻ പ്രതിമ തകർത്ത് രംഗത്തെത്തി വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ഇനി BJPക്ക് അവിടെ ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല. അവിടെ വലിയ രീതിയിലുള്ള ഒരു കയ്യേറ്റം തന്നെ ഉണ്ടാകും എന്നുള്ളത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്.